കേരള DTH ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ തയ്യാറാക്കാനുള്ള കാരണം ഒരുപാട് ആൾ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. നമുക്കറിയാം, നിലവിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് കണക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത് എയർ ഫൈബറുകളാണ്. എയർ ഫൈബർ എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ ഈ പുറത്ത് നമ്മുടെ വീട്ടിൻ്റെ പുറത്ത് നിന്ന് ഈ ഒപ്റ്റിക്കൽ കേബിൾ വഴി എടുക്കാത്ത രീതിയിൽ വീട്ടിൽ തന്നെ നമുക്കറിയാം ഈ ചെറിയ ആൻറ്റിന പോലത്തെ ഉപകരണങ്ങൾ വെച്ചിട്ട് നമുക്ക് 5G ടവർ വന്ന് റേഞ്ച് പിടിച്ച് തരുന്ന നെറ്റ്വർക്കാണ് ഇപ്പോൾ എയർ ഫൈബറുകളായിട്ട് നമുക്ക് ഇപ്പോൾ കണക്ഷൻ തരുന്നത്. പക്ഷേ ആ ഒരു കണക്ഷൻ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും നല്ല ഒരു ലാഭകരമായിട്ട് പോകുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊതുവേ നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ ഒപ്റ്റിക്കലും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ പല ഏരിയകളിലൂടെയാണ് ആ വയർ വരിക. അവിടെ എവിടെയെങ്കിലും മരം വീണ് പൊട്ടിയാൽ നെറ്റ് കംപ്ലയിൻ്റ് ആവും, അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും രീതിയിൽ കറണ്ടിൻ്റെ പ്രശ്നം വന്നാൽ നെറ്റ് നമ്മളെ വീട്ടിൽ കിട്ടില്ല. എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ തന്നെ ചിലപ്പോൾ 3 ദിവസം 4 ദിവസം ഒരാഴ്ചയൊക്കെ കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്, പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എയർ ഫൈബറുകൾ വന്നതിന് ശേഷം ഇപ്പം പ്രോഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കംപ്ലയിൻറ്റുകളൊക്കെ ഒഴിവായിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒപ്റ്റിക്കൽ വീട്ടിന് പുറത്തുനിന്ന് വരുന്ന കേബിൾ കട്ട് ചെയ്തിടാം. പക്ഷേ നമ്മുടെ വീട്ടിൽ എയർ ഫൈബർ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു വിഷയമില്ല. ഞാനിത് പറയാനുള്ള കാരണം, ഞാൻ എൻ്റെ വീട്ടിൽ 7 മാസമായി എടുത്തിട്ട്. അതിൻ്റെ മുമ്പ് ഞാൻ BSNLൻ്റെ ഇൻ്റർനെറ്റായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പല സമയത്തും കട്ടായിക്കൊണ്ടിരിക്കുമായിരുന്നു ഈ BSNL നെറ്റ്. പക്ഷേ ഇത് 7 മാസമായിട്ട് ഒരു പ്രശ്നം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്നത് ഞാൻ ജിയോ എയർ ഫൈബറാണ്. പക്ഷേ ഞാൻ എയർടെൽ എയർ ഫൈബറിനെ കുറിച്ച് പറയാൻ കാരണം, ജിയോ എയർ ഫൈബറിനൊക്കെ നിലവിൽ ഈ നെറ്റും കൂടെ OTTയും കൂടെ ചാനലും എടുത്താൽ മാത്രമേ അവർ കണക്ഷൻ കൊടുക്കുന്നുള്ളൂ. പക്ഷേ എയർടെൽ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസമായി എയർടെലിൻ്റെ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരാൾ എന്നെ കണ്ട് സംസാരിച്ചതിന് ഭാഗമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. അവർ പറഞ്ഞു, നിങ്ങളുടെ യൂട്യൂബിലിട്ടാൽ ചിലപ്പോൾ ഒരുപാട് ആൾക്ക് ഇത് ഉപകാരപ്പെടാം, അവർ ആഗ്രഹിച്ച കാര്യങ്ങളാണ്. കാരണം ഇത് ശരിയാണ്. കാരണം ഒരുപാട് ആളുകൾ എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇൻ്റർനെറ്റ് മാത്രമായിട്ട് എയർ ഫൈബറിൽ എടുക്കാൻ പറ്റുമോ. ഇപ്പം എയർടെൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. വെറും മന്ത്ലി 475 രൂപയെ നമുക്ക് വരുന്നുള്ളൂ. അതും 0 കോസ്റ്റിന് കണക്ഷൻ ലഭിക്കുന്നുണ്ട് വീട്ടിൽ എയർടെൽ മൊബൈൽ നമ്പറുള്ള ആളുകൾക്ക്. ആദ്യം ഞാൻ പറയട്ടെ, ആർക്കാണ് ഈ 0 കോസ്റ്റിൽ നമുക്ക് കണക്ഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു രൂപ കൊടുക്കണ്ട, അവർ വന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ മന്ത്ലി ഇതിൻ്റെ വാടക മാത്രം കൊടുത്താൽ മതി. അങ്ങനെ ഒരു ഓപ്ഷൻ നിലവിൽ എയർടെൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ പല ഒരാളുകൾ പോലും ഇത് പറയുന്നില്ല. എയർടെൽ തന്നെ പരസ്യം കൊടുക്കുന്നില്ല. എയർടെലിൻ്റെ ഒഫീഷ്യലുള്ളൊരു സ്റ്റാഫ് എന്നെ കണ്ടിങ്ങനെ കാര്യം പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, നിങ്ങളെ വീഡിയോ ഞാൻ കാണാറുണ്ട്, നിങ്ങൾ ജിയോനെ പറ്റിയൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ എനിക്ക് ഏത് കമ്പനിയാലും എനിക്ക് കാര്യമില്ല. കാരണം ഞാൻ ഇതുപോലുള്ള ആളുകൾക്ക് ഉപകാരം ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എയർടെൽ നിങ്ങളുടെ വീടുകളിൽ ചിലപ്പം എയർടെൽ മൊബൈൽ നമ്പർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് എനിക്ക് നിങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ 0 കോസ്റ്റിൽ കണക്ഷൻ കിട്ടുമോ എന്നുള്ളത്. എയർടെൽ മൊബൈൽ നമ്പർ ഉള്ള ആളുകൾക്ക് മാത്രമാണ് കമ്പനി അങ്ങനെ ഒരു ഓഫർ കൊടുക്കുന്നത്. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങളെ വീടുകളിൽ ഉപയോഗിക്കുന്ന എയർടെൽ നമ്പർ 1, 2, 3 എത്രയുണ്ടെങ്കിലും എല്ലാ നമ്പറിലും കിട്ടണമെന്നില്ല. പക്ഷേ പല നമ്പറുകളായി ഓഫർ കൊടുക്കുന്നുണ്ട്. എനിക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഉപയോഗിക്കുന്ന എയർടെൽ നമ്പർ ഉണ്ടെങ്കിൽ എനിക്കൊരു SMS അയച്ച് എൻ്റെ മൊബൈൽ നമ്പർ വെച്ച് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതിൽ 0 കോസ്റ്റ് ആണെങ്കിൽ എനിക്ക് തന്നെ നിങ്ങളെ വീട്ടിലെ ലൊക്കേഷനും കാര്യങ്ങളും വിട്ട് തന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ഇൻ്റർനെറ്റ് അവിടെ ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊക്കെ രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷനും എനിക്ക് കമ്പനി തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് റിക്വസ്റ്റ് കൊടുത്ത് അവിടെ വന്ന് ഒരു ഫ്രീ ആയിട്ട് നിങ്ങൾ അടുത്തുള്ള ഈ എയർടെൽ ഡിജിറ്റൽ TVയുടെ ഓഫീസിൽ നിന്ന് അവർ വന്ന് ഒഫീഷ്യലായിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതാണ് ഫ്രീ കോസ്റ്റിന്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് അയച്ചു തരാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഓഫറൊന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എയർടെൽ നമ്പർ ഉണ്ട്, അത് കിട്ടണമെന്നൊന്നുമില്ല. കമ്പനി ഒരു 90 നമ്പറിൽ ചിലപ്പോൾ ഒരു 15-20 നമ്പറിലാണ് അങ്ങനെ ഓഫർ കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, വീടുകളിൽ എയർടെൽ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് അയച്ചു തന്നാൽ എനിക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. വാട്സപ്പിൽ നിങ്ങളെ നമ്പർ അയച്ചു തന്നാൽ മതി. പിന്നെ അത് ആ നമ്പറിലെ ഓഫർ ഉണ്ടെങ്കിൽ ശേഷമാണല്ലോ നമ്മൾ അത് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ നമ്മൾ മുന്നോട്ടുള്ള കാര്യം ചിന്തിക്കണ്ടു. ഇനി നാളെ അങ്ങനെ ഓഫറും കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് മൊബൈൽ നമ്പർ വേറെ എയർടെല്ലില്ല, ഏത് നമ്പറായാലും നിങ്ങൾക്കിപ്പം നെറ്റ് മാത്രം മതിയെങ്കിൽ 30 Mbps നെറ്റിൽ നിങ്ങൾക്ക് 2500 ഏതാണ്ട് 5 മാസവും 15 ദിവസം വരെ വാലിഡിറ്റിയുള്ള കണക്ഷൻ ലഭിക്കുന്നുണ്ട്. 2500 30 Mbps. ഇനി 30 Mbps പോരാ, നിങ്ങൾക്ക് ഇനി മുകളിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ 40 Mbps ഉണ്ട്, 100 Mbps ഉണ്ട്. നിങ്ങളുടെ വീടിൻ്റെ അവിടെയുള്ള ഈ സ്പീഡ് കണക്കാക്കിയിട്ടാണ് കമ്പനി തരിക. അപ്പോൾ നിങ്ങളുടെ സ്പീഡും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ വന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള എന്തെങ്കിലും ലൊക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലാൻഡ് മാർക്ക് എനിക്ക് അയച്ചു തന്നു കഴിഞ്ഞാലും എനിക്ക് ഇവിടെ നിന്ന് അവർ ആപ്ലിക്കേഷൻ വഴി അവിടെ അടുത്ത് ടവർ ഉണ്ടോ അല്ലെങ്കിൽ അവിടെ നിങ്ങളുടെ വീടിൻ്റെ ഏരിയയിൽ എത്ര സ്പീഡ് ഉണ്ടെന്നൊക്കെ ഇവിടെ കാണിക്കാനുള്ള സിസ്റ്റമുള്ള ഒരു ആപ്ലിക്കേഷനും കൂടി എനിക്ക് കമ്പനി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ വാങ്ങിയത് ഇതുപോലുള്ള ആളുകൾക്കൊരു സഹായമായിരിക്കും. ഇവിടെ പോയി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം എനിക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വന്ന് കമ്പനീൻ്റെ സ്റ്റാഫ് ചെയ്തു തരാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള പുതിയ ഒരുപാട് ഓപ്ഷൻ വന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. ഏറ്റവും എന്നെ ആകർഷിപ്പിച്ചത് ഈ ഒരു നെറ്റ് മാത്രം കൊടുക്കുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് എയർടെല്ലിൽ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. പിന്നെ ഇതിനെപ്പറ്റി പറയുമ്പോൾ ഇതിനെപ്പറ്റിയുള്ള മുഴുവൻ വിവരങ്ങളും നിങ്ങൾക്ക് നൽകാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിനെപ്പറ്റി മൊത്തം അന്വേഷിച്ചിട്ടൊരു വീഡിയോ തയ്യാറാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം.
ഇതൊരു പക്ഷേ നിങ്ങൾക്ക് ഈ നെറ്റ് മാത്രം മതിയെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും നെറ്റ് പോരാ OTT വേണമെന്നുള്ള ആളുകൾക്ക് ആ ഒരു പ്ലാൻ നിലവിലുണ്ട്. 599 പ്ലസ് GST ഏതാണ്ട് 706 രൂപയോളം വരുന്ന എയർടെൽ ഡിജിറ്റൽ TV എയർടെൽ എയർ ഫൈബറിൻ്റെ നെറ്റ് 30 Mbps 14-20ഓളം OTTകൾ മലയാളത്തിൽ പ്രധാനപ്പെട്ട 5-6 OTT ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മലയാളം HD സ്റ്റാർ സ്പോർട്സ് HD ഒക്കെ വരുന്ന 360 രൂപയോളം വരുന്ന മന്ത്ലി HD പ്ലാനോട് കൂടി ഡിഷ് അടക്കം തരുന്ന പ്ലാനുകളുണ്ട്. പക്ഷേ ഇങ്ങനെയൊന്നും ഇതൊക്കെ ഓൾറെഡി മുന്നേ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ 475 രൂപയ്ക്ക് നിങ്ങൾക്ക് സീറോ കോസ്റ്റിനും അല്ലാത്ത ആളുകൾക്ക് 2500 ഏതാണ്ട് 5.5 മാസം ഈ നെറ്റ് മാത്രം 30 Mbps നെറ്റ് മാത്രം ഉപയോഗിക്കാനുള്ള സൗകര്യമുണ്ട്. ഈ 30 Mbps പോരാ, നിങ്ങൾക്ക് 40 Mbps പ്ലാനുണ്ട്, പിന്നെ 100 Mbps ഉണ്ട്. അതിന് എക്സ്ട്രാ ചാർജുകളാണ് കൂടുക. അപ്പോൾ ഇത് ബെസ്റ്റ് ഒരു ഓഫർ ആയതുകൊണ്ടാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് ആളുകൾ ഇങ്ങനൊരു സംഭവം വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇനി ഇത് കണ്ടിട്ട് ജിയോ കൂടി തുടങ്ങണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ജിയോൻ്റെ കണക്ഷൻ ഇഷ്ടം പോലെ ചെയ്യുന്ന ആളാണ് ഞാൻ. പക്ഷേ ജിയോ ഇന്നേ വരെ ഈ 599 പ്ലസ് GST 706 രൂപയുടെ 30 Mbps നെറ്റ് OTT ചാനൽ ഒരുമിച്ചാണ് കൊടുക്കുന്നത്. പക്ഷേ പല ആളുകൾക്ക് ചാനൽ വേണ്ട, ചാനലില്ലാതെ നെറ്റ് മാത്രം കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് വാട്സപ്പിൽ കണ്ടമാനം മെസ്സേജ് വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു അറിവ് എനിക്കില്ലായിരുന്നു. അതിന് മുമ്പ് എയർടെൽ കൊടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ അറിയില്ല. എനിക്കിപ്പോൾ അറിവ് കിട്ടിയത് കൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനുള്ള കാരണം അങ്ങനെ ചോദിച്ചിട്ട് പല ആളുകൾ അതില്ലാത്തത് കൊണ്ട് ജിയോ എയർ ഫൈബറും എയർടെലിൻ്റെ ഫുൾ ഡിഷും ചാനലും ഒക്കെ എടുത്തിട്ട് അധികമായിട്ട് എമൗണ്ട് കൊടുക്കുന്ന ആളുകളുണ്ട്. കാരണം ഭൂരിപക്ഷം ആളുകളും ചാനൽ കാണാത്ത ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. വെറും ഇൻ്റർനെറ്റ് പരിപാടികൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ OTTകൾ സെപ്പറേറ്റ് എടുത്ത് ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു ഓഫർ വളരെ ലാഭകരമായ ഒരു ഓഫർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഒരു പക്ഷേ ഒരുപാട് ആൾക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ നിങ്ങൾക്ക് ഇനി നിങ്ങളെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക. കാരണം എയർടെൽ എയർ ഫൈബർ, പിന്നെ വേറൊരു കാര്യം, നിങ്ങളുടെ വീട്ടിൽ എയർടെൽ 5G റേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കൂ. അത് എയർ ഫൈബർ ജിയോ ആണെങ്കിലും എയർ ഫൈബർ എയർടെൽ ആണെങ്കിലും. പിന്നെ കൂടുതൽ ഞാനിപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഒരുപാട് 5G ടവറുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിന് മുമ്പിൽ ചിലപ്പോൾ ടവർ ഉണ്ടാവും, അത് 5G ആവണമെന്നൊന്നുമില്ല. ഇത് കമ്പനീൻ്റെ ആളുകൾക്ക് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ വഴി നിങ്ങളുടെ ലൊക്കേഷൻ കിട്ടിയാൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ലാൻഡ്മാർക്ക് എനിക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലമോ അല്ലെങ്കിൽ പള്ളിയോ അല്ലെങ്കിൽ സ്കൂളോ അങ്ങനെ എന്തുണ്ടെങ്കിലും അത് നിങ്ങൾ എനിക്ക് അയച്ചു തന്നാൽ എനിക്ക് ഇവിടെ നിന്ന് നിങ്ങളുടെ ലൊക്കേഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ടവർ, അവിടെയുള്ള സ്പീഡ്, നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് കിട്ടുന്ന സ്പീഡൊക്കെ മനസ്സിലാക്കും. അപ്പോൾ ഇതൊരു ഉപകാരപ്പെട്ട ഒരു കാര്യമാണ്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ശ്രമിക്കുക. ലൈക്ക് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക.